നമുക്കത് കഴിച്ചു കഴിഞ്ഞിട്ട് എന്റെ വക ഒരു സ്പെഷ്യൽ സ്മൂത്തി ചേച്ചിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. പഞ്ചസാര ഇടുവോ? ഇല്ലല്ലേ? പഞ്ചസാര അത് അവിടെ തന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാ ചേർക്കുന്നത്. ചേച്ചി, ഞാൻ ചേച്ചിക്ക് വേണ്ടി ഫുൾ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ, കാരണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണ ഞാൻ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു കാര്യം മുമ്പും ഞാൻ പരീക്ഷിച്ച് തെളിയിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ അവസാനം നടന്നാലോ അങ്ങനെ ഒപ്പിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി ഞാൻ എല്ലാം കട്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ. ഹെൽത്തിയാണ്. അതായത് അവോക്കാഡോ ഉണ്ട്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അവോക്കാഡോ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ സി ഒക്കെയുള്ള ഫുൾ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ കുക്കുംബർ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ ആപ്പിൾ ഉണ്ട്, പിന്നെ ഹണി, മീറ്റ്. ശരിക്കും അവോക്കാഡോ പറ്റി ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ഇത് കഴിച്ചാൽ ഭയങ്കര ഹെൽത്തിയാണ്. അവോക്കാഡോ കഴിച്ചാൽ നമുക്ക് ആക്ച്വലി വയറൊക്കെ ഫുൾ ഫില്ലായിരിക്കും, പിന്നെ നമുക്ക് വേറെ ഒന്നും കഴിക്കേണ്ടി വരില്ല. അപ്പൊ ഞാൻ കഴിക്കില്ല, പറ്റില്ല. തടി കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ് ചേച്ചി. കണ്ടിട്ട് അത് തോന്നി തടി കുറയ്ക്കാൻ നല്ലതാണ്. അപ്പൊ ഇത് കഴിച്ചാൽ ഞാൻ ഫിറ്റ് ആവും. ഇത് മാത്രമേ കഴിക്കാവൂ, ബാക്കി ഉണ്ടാക്കുന്നൊക്കെ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ ചേച്ചി കഴിക്കരുത്. അപ്പൊ എന്നെ കാണാൻ വല്ലപ്പോഴും വന്നാൽ മതിയേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് അവോക്കാഡോയും അത് മാത്രമേ നമ്മൾ സ്മൂത്തി യൂഷ്വലി നമ്മൾ ചെയ്യുമ്പോൾ അതിൽ മിൽക്കൊക്കെ ആണല്ലോ ചേർക്കുന്നത്. ഇപ്പൊ അവോക്കാഡോ ചേർക്കുന്നതാണ് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ സ്മൂത്തി തിക്കായിരിക്കാൻ വേണ്ടിയിട്ട്. മറ്റേ നമുക്ക് മിൽക്ക് ചേർത്തിട്ടാണല്ലോ തിക്കായിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പാല് ചേർക്കുമല്ലോ? പാലൊന്നും ചേർക്കൂല, എല്ലാം ഇതിലുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ മീനൊക്കെ ചേർത്ത് നമ്മൾ ഡൈജഷനൊക്കെ ബെസ്റ്റാണ്. അപ്പം എല്ലാ ഐറ്റംസും ഇട്ട് സെറ്റാക്കി തരും ചേച്ചി. ഇതിന് ശേഷം ഇത് മാത്രമേ കുടിക്കാൻ പാടൂ. അയ്യോ, വേറെ ഒന്നും കഴിച്ചൂടെ? ഇത് കഴിച്ചാൽ വേറെ കഴിക്കാൻ പാടില്ല. ഇത് ഹണിയാണോ? ഇത്രയൊക്കെ ഹെൽത്ത് ആണ്. എനിക്ക് പഞ്ചസാര ഇട്ട് തരാവോ? ഷുഗർ ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നാണ് ചേച്ചി. നമ്മൾ ഹണി മാത്രമേ, നമ്മൾ ഡയറ്റ് ഒക്കെ നോക്കുന്ന ആൾക്കാർ ഹണി മാത്രമേ യൂസ് ചെയ്യാൻ. ആക്ച്വലി ചേച്ചി നോക്കുന്നില്ല എന്ന് എനിക്കറിയാം. എനിക്ക് എന്നാ ഉള്ളത് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഇത് ആക്ച്വലി നമുക്ക് വായിക്ക് രുചി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണല്ലേ. എന്നാ പിന്നെ എന്നാ പറയാ, ആരോഗ്യത്തിന് ഒരു ഇച്ചിരിയൊക്കെ കോംപ്രമൈസ് ചെയ്തല്ലേ ഒക്കത്തുള്ളൂ. പക്ഷെ എന്നാലും 3/4 ഭാഗവും വായിക്ക് രുചിയുള്ള സാധനം ഇഷ്ടം. ഇച്ചിരി പഞ്ചസാര ഇടുവോ? ഇതല്ലേ. അപ്പൊ ഞാനിത് നന്നായിട്ട് കലക്കി എടുത്തിട്ട് തരാം. ഓക്കെ, സാധിക്കും. ആക്ച്വലി ഇതിനകത്ത് വെള്ളം ഒഴിക്കണ്ട, ഐസിന്റെ മാത്രം മതി. ഐസ് മാത്രം മതി. ഞാൻ ചേച്ചിക്ക് വേണ്ടി കുറച്ചും കൂടി ഹണി ഇതിലേക്ക് ഒഴിക്കും. ഹണിയോ? പഞ്ചസാര ഇട്ട് നോക്കൂ, നല്ല മധുരം. അത് മാത്രമില്ല, ഇനി മധുരം കുറഞ്ഞു പോയി പ്രശ്നം നന്നാക്കിയിട്ടേ ഉള്ളൂ. ബാക്കി കൊറേ പ്രാവശ്യം സമയം തന്നു. ചേച്ചി നന്നാവും വിചാരിച്ചു, സാധിക്കുന്നില്ല. ഞാൻ നേരത്തെ വന്നിട്ട് സാധിച്ചെടുക്കാന്ന് വിചാരിച്ചു. അതാണ് സ്നേഹം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെറ്റ്സ് കുക്ക് വിത്ത് ലവ്. അതാണ് ഏറ്റവും നല്ലത്. അതിനകത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യണം അല്ലേ. സ്നേഹമുള്ളവർ വന്ന് നമ്മുടെ ആരോഗ്യം നോക്കുന്നുണ്ട്. ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല അല്ലേ. ഞാനിതിൽ ആക്ച്വലി ഐസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതല്ലാന്ന് വെച്ചാൽ ആൽമണ്ട് മിൽക്ക് അങ്ങനെ എന്തെങ്കിലും ഇതിൽ ആക്ച്വലി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രമേ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് നല്ല സ്മൂത്തി ആയി വന്നിട്ടുണ്ട്. ഇതിൽ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ചേച്ചിക്ക് വേണമെന്ന് വെച്ചാൽ ആൽമണ്ട് മിൽക്ക് ചേച്ചിക്ക് ഇതിന്റെ കൂടെ ഐസിന്റെ കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കും. ഇത് ശരിക്കും സാലഡ്സ് അങ്ങനെ എല്ലാം ഉപയോഗിക്കും അല്ലേ. അവോക്കാഡോ നമ്മൾ സാലഡായിട്ട് കഴിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റൈസിന്റെ കൂടെ, അതായത് റൈസ് എന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് വൈറ്റ് റൈസ് ഒക്കെ അല്ലേ, അതിന്റെ കൂടെയൊക്കെ നമുക്ക് കുറച്ച് റൈസ് യൂസ് ചെയ്തിട്ട് അതിന്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് അവോക്കാഡോ റൈസ് ഒക്കെ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും. ഓക്കെ, ഇത് ശരിക്കും ഞാൻ ഒരുള്ള കാര്യം പറയട്ടെ, നമുക്ക് ഇത് കഴിക്കാനും അതും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും നമ്മൾ മലയാളികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ഞാൻ എൻ്റെ കാര്യം പറയാം, എനിക്കൊരു ഇച്ചിരി ചോറും തൈരും ഒക്കെ കിട്ടുവാന്നേൽ ഭയങ്കര സന്തോഷം. ഒരിച്ചിരി കടുമാങ്ങൊക്കെ ആന്നേൽ ഇതിനേക്കാളും ടേസ്റ്റാണ്. പക്ഷെ ഇങ്ങനത്തെ കുറെ അനിയത്തിമാര് വന്ന് ചേച്ചിയെ നന്നാക്കണം എന്ന് തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് അതിനകത്ത് കോംപ്രമൈസ് ഇല്ല. കാര്യം എന്താ പറയാ, മാത്രല്ല എനിക്കും ഇഷ്ടം അതൊക്കെ തന്നെയാണ്. ചോറ് നല്ല ഇതാണോ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? ഇങ്ങനെയൊക്കെ കുടിച്ച് ഞാൻ എല്ലാം കഴിക്കും. അതിന്റെ കൂടെ ഇങ്ങനത്തെ കുറച്ച് സംഭവം കൂടി മറ്റേ നമ്മൾ എക്സ്ട്രാ ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ചോറ് കറിയൊക്കെ നമ്മൾ കഴിക്കും. ഞാൻ എനിക്കൊരു 2 മണിക്കൂർ കൂടുമ്പോൾ എന്റെ ഭക്ഷണം. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം ഒന്ന് ചോദിക്കട്ടെ. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, രാവിലെ തന്നെ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നാരങ്ങ നീര്. ഇത് ഡെയിലി രാവിലെ എൻ്റെ ഡീറ്റോക്സാ.
സ്കിന്നിനും നല്ലതാണ്, ബോഡിക്കും ക്ലെൻസ് ചെയ്യാനും ഡീടോക്സും നല്ലതാണ്. അപ്പോൾ അത് പിന്നെ അതേപോലെ മാക്സിമം ഞാൻ കുറച്ച് ഫുഡേ കഴിക്കുള്ളൂ. അത് ഈ 2 മണിക്കൂർ കൂടുമ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിക്കും. ഓക്കെ. പക്ഷെ അത് വണ്ണം വെക്കുകയെന്ന് പറയൂട്ടോ, അങ്ങനെ കഴിച്ചാൽ. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് കഴിച്ചാൽ അത് ആ 2 hours ഡൈജസ്റ്റ് ആയിട്ട് പോകും. അത് കറക്റ്റ്. പിന്നെ ഷുഗർ മാക്സിമം കഴിക്കില്ല ഞാൻ. അപ്പൊ ലോ ഷുഗർ ഉള്ളവരെല്ലാം എടുക്കും. ലോ ഷുഗർ ഉള്ളവർ എന്താ ചെയ്യുന്നു? അവര് കഴിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഞാനിപ്പം യൂസ് ചെയ്യുന്നത് ശർക്കര. അതിപ്പോ ഈയിടെ കേട്ടതാട്ടോ. എന്താ ചായയിലൊക്കെ ശർക്കര ഇട്ട് കഴിച്ചാൽ നല്ലതാണ്. ശർക്കര പൊടിയാണ്. ഞാൻ ബ്ലാക്ക് ടീ കുടിക്കാറുള്ളൂ, പാല് പൊതുവെ കുടിക്കില്ല. പക്ഷെ അതിലും ബ്ലാക്ക് ടീ, ബ്ലാക്ക് കോഫിയിലൊക്കെ ശർക്കര പൊടി. അന്നേരം നമ്മുടെ ഈ സാധാ ചായ കുടിക്കുന്നവരൊക്കെ ആവോ? ടേസ്റ്റ് വ്യത്യാസമുണ്ടോ? ജാഗരിയുടെ ടേസ്റ്റ് ആണ് വരിക, പക്ഷെ നല്ലതാ. ഇവൻ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ അതാ യൂസ് ചെയ്യുന്ന, അവരൊക്കെ വെയിറ്റ് കുറഞ്ഞു. ആണോ? ശർക്കര കഴിച്ചാൽ വെയിറ്റ് കുറയും. അതൊരു നല്ല ടിപ്പാണോ? നമുക്ക് ഇനി ഒന്ന് ശ്രമിച്ചു നോക്കാം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യട്ടെ. ഞാൻ ഉൾപ്പെടെ ഇനി ശർക്കരയൊക്കെ എന്ത് വരുവാവോ ആണല്ലേ? അപ്പൊ നമ്മള് പഞ്ചസാര ഇടുന്ന അതേ അളവിൽ തന്നെ ശർക്കര ഇടണം. ശർക്കര പൊടി നമ്മൾ കുറച്ചും കൂടി കൂട്ടിയിടേണ്ടി വരും, നല്ല മധുരം ആവശ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് ആയിരിക്കാം, എനിക്കറിയാൻ മേലാത്തോട്ട് ചോദിക്കുക. ഈ പാലൊന്നും അധികം ഉള്ളിൽ ചെന്നില്ല, കാൽഷ്യം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെലുവേലെന്ന് പറയുകയല്ലേ? അത് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് പൊതുവെ പാലിനോട് ഇഷ്ടമില്ല. പക്ഷെ ഞാൻ ബൈ പ്രോഡക്ട്സ് എല്ലാം കഴിക്കും കേട്ടോ. ഞാൻ പാലിന്റെ പനീറല്ല, ഐസ്ക്രീം കഴിക്കും, കേട് കഴിക്കും. ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ കഴിക്കും. എനിക്ക് പാല് മാത്രമേ പ്രോബ്ലം ഉള്ളൂ. ബേസിക്കലി എല്ലാം ഇഷ്ടമാണ്, പക്ഷെ അതിനെ പല രീതിയിൽ പല വെറൈറ്റീസിൽ കൊടുക്കുമ്പോൾ ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ അമ്മമാര് തന്നെ നമ്മുടെ ചെറുപ്പത്തിലെ നമ്മൾ എന്നതേലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ അവർ എന്നെല്ലാം വിദ്യ കാണിക്കും. ഞാൻ എപ്പോഴും പറയും ചേച്ചി, അമ്മമാരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഷെഫ് എന്ന്, അല്ലേ? കാരണം എന്താ വെച്ചാൽ അവര് പല വെറൈറ്റി ഓഫ് ഐറ്റംസ് മക്കൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. സത്യം. ബാക്കി ഷെഫ്മാർക്ക് പഠിച്ച് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട്, അവരുടെ ജോലിയുടെ ഭാഗമല്ല, സ്വന്തം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി, അവരെ കൊണ്ട് നല്ലൊരു ഭക്ഷണം അവർക്ക് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. അത് പറഞ്ഞാലും 100%. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഭാഗ്യം അധികം കിട്ടിയില്ല. പക്ഷെ എന്നാലും ആ കേട് ഞാൻ എന്റെ മക്കളിൽ തീർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഹെൽത്തി ആയിട്ട് മേലിടാൻ പറ്റുമോ? ഇല്ല, വീണ്ടും വേണേ ഹണി കുറച്ച് ഞാൻ മുകളിൽ ഒഴിച്ചു തരും. എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാം. ഇത് നമ്മൾ പറഞ്ഞ പോലെ ലെറ്റ്സ് കുക്ക് വിത്ത് ലവ്. ഇതാണ് സ്നേഹം. അതായത് നമ്മൾ പറയല്ലേ, മുഹബത്ത് ചേർത്ത് തന്നിട്ടുള്ള ഒരു നമ്മളെ പറ്റി കൂടുതൽ അന്വേഷിച്ച് നമ്മുടെ ഹെൽത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ചേച്ചി നന്നായിരിക്കണം എന്ന് ഹൃദയത്തോട് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടാവുള്ളൂ. അതിലൊന്നായിട്ട് സാധികയെ കൂട്ടാം, അല്ലേ? അപ്പൊ ഇത് മോർ ടേസ്റ്റി ആയിരിക്കും. ഈവൻ ദോ അവക്കാഡോ എന്ന് പറയുന്ന സാധനം ഞാനിങ്ങനെ ഞുള്ളി കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇതിനകത്ത് ആ സ്നേഹം കൊണ്ട് നിറച്ചതായിട്ട് തീർച്ചയായിട്ടും ഞാൻ കഴിക്കും, ഉറപ്പ്. പഞ്ചസാര ഇട്ടൂടാ. തണുപ്പ് അത് ചേച്ചിക്ക് പൊതുവെ കുറച്ച് ഗോൾഡ് ഒക്കെ ഉണ്ട്. ഞാൻ അത് കാരണം പക്ഷെ ഐസ് ഞാൻ ഇട്ടു. ആക്ച്വലി ഞാൻ തുറന്ന എന്റെ പ്രേക്ഷകരോട് ഞാൻ ഒരിക്കലും കള്ളം പറയാറില്ല. എനിക്കറിയാം, ഈ അവക്കാഡോ എന്ന് പറയുന്ന സാധനം, ഈ ഫ്രൂട്ട് ഞാൻ അധികം കഴിക്കാറില്ല. പക്ഷെ അതിന്റെ ഗുണഗണങ്ങളെ കുറിച്ചൊക്കെ മൊത്തം പഠിച്ചതാണ്, അറിയാം. ഇതുവരെ ഞാൻ ഇത് അങ്ങനെ ഇഷ്ടത്തോടെ കഴിച്ചിട്ടില്ല. ഇതുവരെ ഞാൻ സാധികടുത്ത് പല കാര്യങ്ങൾ ചോദിച്ചു, എനിക്ക് അതിട്ട് തരുമോ ഇതിട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചു. തുറന്നു പറയാം, നല്ല സ്മൂത്തിയാ, കഴിക്കും. ഇതിനകത്ത് മധുരമുണ്ട്. ഞാൻ വിചാരിച്ച പോലെ ഒരു ടേസ്റ്റ് അല്ല. ഇത് തന്നെ തിന്നുമ്പോഴാന്ന് തോന്നുന്നു നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത. പക്ഷെ ഇങ്ങനെ ഒരു സ്മൂത്തി അടിച്ച് കഴിക്കുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. താങ്ക് യു.